ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. അഭിനയിച്ചിരിക്കുന്ന ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ. കാരണം ആദ്യം പറയാനുള്ളത് തന്നെ ബേസിൽ ജോസഫ്. കാരണം ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ തോൽവി അറിയാത്ത ഒരു നടൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ബേസിൽ ജോസഫാണ്. കാരണം ഒരുവിധം മലയാളി കുടുംബങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനപ്രിയ നടൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളർന്നു തുടങ്ങിയിട്ടുള്ള ഒരു നടനാണ് ബേസിൽ ജോസഫ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രോമിസിങ് ആക്ടറാണ് മൂപ്പര്. സോ ആളുണ്ട്, ഗ്രേസ് ആന്റണി ഉണ്ട്, സ്വാസിക ഉണ്ട്, മനോജ് കെ ജയൻ ഉണ്ട്, ബൈജു സന്തോഷ് ഉണ്ട്, സൈജു കുറുപ്പ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ബിനു പപ്പു ഉണ്ട്, അസീസ് നെടുമങ്ങാട് ഉണ്ട്. സോ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഈ ഒരു സിനിമയുടെ തോട്ട് എന്ന് പറയുന്നത് ഒരു ദിവസം രാത്രി ഈ ഇത്രയും ആൾക്കാരുടെ ഒരു ബാക്ക് ഡ്രോപ്പ് ഒരൊറ്റ ലൈനിൽ വരുന്ന ഒരു തരത്തിലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അത് തന്നെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലൊരു സ്റ്റോറി, അതും ഫൺഫീൽഡ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്, ത്രില്ലർ സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ കുറെ എണ്ണങ്ങൾ കണ്ടിട്ട്, പക്ഷെ ഫൺഫീൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പ്രിയദർശനും അതുപോലത്തെ ശ്രീനിവാസനും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എഴുതി ചെയ്ത് കണ്ടിട്ടുള്ളൂ പണ്ട് കാലത്ത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാടോടിക്കാറ്റോ, അക്കരെ 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 അങ്ങനത്തെ ഒക്കെ പറയുന്ന കുറച്ച് പരിപാടികൾ, പടങ്ങൾ, അതുപോലത്തെ ലൈക്ക് ഹരിഹർ നഗർ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ഒരു സമയകാലഘട്ടത്തിൽ അത്തരത്തിൽ എഴുതി ഞാൻ കണ്ടിട്ടില്ല വിജയിപ്പിച്ചിട്ടുള്ള ഒരാളെ. സോ അത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഇത് എഴുതി വെക്കാനുള്ള ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അത് റൈറ്റിംഗ് വന്നിരിക്കുന്നത് നമ്മുടെ KR കൃഷ്ണകുമാറാണ്. സോ ഇതിനു മുമ്പ് ജിത്തു ജോസഫിന്റെ 2-3 പടങ്ങളായിട്ട് മൂപ്പര് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12th മാനും ഇങ്ങേര് തന്നെയാണ് തോന്നുന്നു. അതുപോലെ തന്നെ കൂമൻ എഴുതിയത് ഇങ്ങേരാണ്. സോ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു റൈറ്റർ തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം നമ്മുടെ ജിത്തു ജോസഫിന്റെ ആ ഒരു ഡയറക്ഷൻ പരിപാടിയും കൂടി വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സെറ്റപ്പായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ എന്താ പറയാ, വിഷ്ണു ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. കാരണം ചില സ്ഥലത്തൊക്കെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ കേട്ടാൽ മാത്രം നമ്മൾ ചിരിച്ചു പോകും. അത്തരത്തിലുള്ള കുറച്ച് പരിപാടികൾ. ഈ അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ബേസിലുണ്ട്, അതുപോലെ തന്നെ ബേസിലിന്റെ വൈഫായിട്ടുള്ള നിഖില, അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടാണ് വരുന്നത്. ഗ്രേസ് ആന്റണി ഗംഭീര പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ മനോജ് കെ ജയന്റെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിദ്ദിഖ് വരുന്നുണ്ട്. സിദ്ദിഖ് ആസ് യൂഷ്വൽ തകർത്തിട്ട് പോയിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടല്ലോ, അതിലുള്ള എല്ലാവരെ കൊണ്ടും ഒരു കഴിവ് പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് നുണക്കുഴി എന്ന് പറയുന്നത്. ബേസിലൊക്കെ ടൈമിങ് അപാരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്തരത്തിലാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു 2-3 ഡയലോഗുണ്ട്, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുന്ന ഡയലോഗൊക്കെ എങ്ങനെ ചങ്ങായി ഡബ് ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതുപോലെ ബൈജുവിന്റെ കുറെ കൗണ്ടറുകൾ ഒരു രക്ഷയില്ല. അതുപോലെ മനോജ് കെ ജയന്റെയും കൗണ്ടറുകൾ, ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു സിറ്റുവേഷണൽ സെറ്റപ്പ് പരിപാടികൾ ഈ ഒരു സിനിമ പിടിച്ചിരിക്കുന്നത് ലെവല് സാധനങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനൊരു കോർ കഥയുണ്ട്. കോർ കഥ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ സ്പോയിലർ ആയി പോകും. സോ ആ ഒരു സാധനം പിടിച്ചിട്ട് ഒരൊറ്റ ലൈനിലേക്ക് ഇത്രയും ആൾക്കാരുടെ കഥ വരുന്ന ആ ഒരു സിറ്റുവേഷൻ മൊമെന്റ് എന്ന് പറയുന്നത് വണ്ടർഫുൾ ആയിരുന്നു. എനിക്ക് തിയേറ്ററിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ ഒരു എൻഡിങ് ചിലപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോൾ ഇതെന്താ അങ്ങനെ നിർത്തിയത്, കുറച്ചും കൂടിയും ക്ലാരിഫൈ ചെയ്തിട്ട് നിർത്താമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും, ഇതൊരു ഓപ്പണിംഗ് എൻഡിങ് ആയത് ഇതെങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം, ഇതെങ്ങനെ അവസാനിപ്പിക്കുന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു എന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ബേസിലിന്റെയും ഗ്രേസ് ആന്റണിയുടെ, അതുപോലെ നിഖില വിമലിന്റെ ക്യാരക്ടർ, ലെനയുടെ ക്യാരക്ടർ ഒരു സമയത്ത് പെർഫോം ചെയ്യുന്നത്, സ്വാസികയുടെ ആണെങ്കിലും മനോജ്, എല്ലാവരും, ബൈജുവിന്റെ ആണെങ്കിലും എല്ലാവരും തകർത്ത് അഭിനയിച്ച്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫർ സതീഷ് കുറുപ്പ്, വിനായക് VS ആണ് എഡിറ്ററായിട്ട് വന്നിട്ടുള്ളത്. എഡിറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. വിഷ്വൽ സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അതിന്റെ ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. മൈ ബോസിന് ശേഷം എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് ചെയ്യുന്ന ഒരു കോമഡി പടമാണ് ഈ ഒരു സിനിമ എന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ആ ഒരു ക്വാളിറ്റിയിലേക്ക് പിടിച്ചിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ ഒരു കോമഡിയുടെ ഇത് എത്തിയിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ബലം ഉണ്ടല്ലോ, അത് ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര മുതൽക്കൂട്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു 5-6 പടങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ മിസ്സാക്കാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെന്റെ ഒരു സജഷനാണ്. നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കാം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിന്റെ അവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.